ഹലോ ഫ്രണ്ട്സ്, ഇത് എൻ്റെ 26th ബർത്ത്ഡേ വ്ളോഗാണ്. അതെ, ഞങ്ങൾ ഈ 26th ബർത്ത്ഡേ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്ത് ഈ കാണുന്ന അതിമനോഹരിയായ നയാഗ്ര വാട്ടർഫാൾസിൽ വെച്ചിട്ടാണ്. എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇട്ടതാണ് നയാഗ്ര. എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കണം എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ് 26th ബർത്ത്ഡേക്ക് തന്നെ എനിക്കത് സാധിച്ചു. ആൻഡ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാണുന്നതാണ് സ്കൈലൈൻ ടവർ. ഇവിടെ 775 ഫീറ്റ്സ് എബവ് ആയിട്ട്, ഈ ഫോളിൽ നിന്നും 775 ഫീറ്റ്സ് എബവിലാണ് ഈ സ്കൈലൈൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂം ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നയാഗ്ര വാട്ടർഫോൾസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി അമേസിങ്. കാരണം ഈ ഒരു മീൽ എൻജോയ് ചെയ്തുകൊണ്ട് നയാഗ്ര വാട്ടർഫോൾസ് കംപ്ലീറ്റ് ആയി കാണാന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇസ് സ്കൈലൈൻ ടവർ എക്സ്പീരിയൻസസ്. ആൻഡ് വൈൽ കമ്മിങ് ബാക്ക് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസൊക്കെ അടച്ച് പിന്നീട് രാത്രിയിലെ അതിമനോഹരിയായ നയാഗ്രയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ കാണുന്നതാണ് അമേരിക്കൻ സൈഡിലുള്ള നയാഗ്ര വാട്ടർഫോൾസും ഈ കാണുന്നതാണ് കാനഡിയൻ സൈഡിലുള്ള വാട്ടർഫോൾസും. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഈ നയാഗ്ര വാട്ടർഫോൾസ് ഫോം ചെയ്തിരിക്കുന്നത് ആക്ച്വലി 3 വാട്ടർഫോൾസ് കൂടി ചേർന്നിട്ടാണ്. ആക്ച്വലി നയാഗ്ര സ്ഥിതി ചെയ്യുന്നത് ബോർഡറിലാണ്, ലൈക്ക് US ആൻഡ് കാനഡ ബോർഡറിലാണ്. 3 തരത്തിലുള്ള ഫോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കാനഡിയൻ ഫോൾസ്, അതിന്റെ വേറൊരു പേരാണ് ഹോഴ്സ് ഷൂ ഫോൾസ്, കാരണം അതിന്റെ ഷേപ്പ് കാരണമാണ് അതിനങ്ങനെ വിളിക്കുന്നത്. നെക്സ്റ്റ് നേരത്തെ കാണിച്ചു തന്ന അമേരിക്കൻ ഫോൾസും പിന്നെ ബ്രൈഡൽ വെയിൽ ഫോൾസും. ഇതിൽ ഈ കാനഡ സൈഡിലുള്ള ഹോഴ്സ് ഷൂ ഫോൾസ് ആണ് ഏറ്റവും ലാർജസ്റ്റും അതേപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഫോൾസ്. കാരണം 90% ഓഫ് നയാഗ്രയുടെ വാട്ടർ ഫ്ലോ ഉള്ളത് കാനഡിയൻ സൈഡിലാണ്. ഇത് ഒരു വലിയൊരു ഹോഴ്സ് ഷൂവിന്റെ ഷേപ്പിലായതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഷൂ ഫോൾസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അമേരിക്കൻ സൈഡ് എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈഡ് എന്ന് വെച്ചാൽ US സൈഡിലുള്ള അമേരിക്കൻ ഫോൾസ് കാനഡിയൻ സൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി കുറച്ചും കൂടെ ചെറുതാണ്. ആൻഡ് ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഗോട്ട് ഐലാൻഡ് വെച്ചിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ് ഈ ഒരു വ്യൂവിൽ പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ. കാരണം 2026 കാനഡ വിൽ ബി വൺ ഓഫ് ദ ഹോസ്റ്റ് ഓഫ് ഫിഫ വേൾഡ് കപ്പ്. നെക്സ്റ്റ് മാച്ച് വരുന്നത് ടൊറന്റോ അതുപോലെ ഇവിടുത്തെ പല പ്ലേസസിലായതുകൊണ്ട് തന്നെ നയാഗ്ര വാട്ടർഫോൾസ് ആണ് അതിൽ മോസ്റ്റ് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ക്യാമ്പയിനിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് വൈൽ കമ്മിങ് ബാക്ക് ടു നയാഗ്ര വാട്ടർഫോൾസ്, ഈ ഒരു വാട്ടർഫോൾസ്, ഈ അമേരിക്കൻ വാട്ടർഫോൾസും അതേപോലെ കാനഡ വാട്ടർഫോൾസും ഈ ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ആൻഡ് ഇതിന്റെ ഡേ ടൈം വ്യൂസ് എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ പോയിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു കേട്ടു താഴെ കൂടെ ക്രൂയിസ് ഷിപ്പൊക്കെ പോയി തൊട്ടടുത്ത് പോയിട്ട് അവിടുത്തെ വെള്ളം നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ സാധിക്കും. അത് മാത്രമല്ല, നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴും ഓൾറെഡി നമുക്ക് അവിടുത്തെ വാട്ടർ ഇങ്ങനെ ഫീൽ ചെയ്യാന്നുണ്ടായിരുന്നു. കാരണം അത്രയും ഹെവി ഫോൾസ് ആയതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ പല എൻ്റെ വീഡിയോസിൽ എൻ്റെ മുഖം നനഞ്ഞിരിക്കുന്ന കാണാം. കാരണം വേറെ ഒന്നുമല്ല, അവിടുത്തെ ആ ഒരു വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് വന്നിട്ട് തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ആ ഒരു പുറം ഭാഗം ഇങ്ങനെയാണ്. പല